പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നമ്മൾ ഗുഡ്വില്ലിൻ്റെ വില കണക്കാക്കുന്ന വിവിധ മെത്തേഡുകൾ ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇന്നത്തെ ക്ലാസ്സിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം ഗുഡ്വില്ലിൻ്റെ മൂല്യം എങ്ങനെ കണക്കാക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. Under the capitalization method, goodwill can be calculated in 2 ways. First one, capitalization of average profit method. Another one, capitalization of super profit method. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം 2 വ്യത്യസ്തമായ വഴിയിലൂടെ നമുക്ക് ഗുഡ്വിൽ കണ്ടെത്താം. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഈ 2 മെത്തേഡിലൂടെയും നിങ്ങൾ ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ 2 മെത്തേഡിലൂടെയും ലഭിക്കുന്ന ഗുഡ്വില്ലിൻ്റെ മൂല്യം ഒരേ തുകയായിരിക്കും. അപ്പോൾ 2 ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ തന്നെ നമുക്ക് 2 വ്യത്യസ്തമായ വഴികളുണ്ട്. അതിൽ ഒന്നാമത്തെ വഴിയാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. Under the capitalization of average profit method, the value of goodwill is ascertained by deducting the capital employed or net asset in the business from the capitalized value of the average profit. Capitalization of average profit method പ്രകാരം goodwill കണ്ടെത്തുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റിൽ നിന്നും ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ് കുറച്ച് ഉണ്ടാകും. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടെത്തുന്നതിനുള്ള ഫോർമുല ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസറ്റ്. അതായത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നെറ്റ് അസറ്റ് കുറച്ചാൽ കിട്ടുന്ന തുകയാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമുള്ള ഗുഡ്വിൽ. അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് എന്തറിയാം, എന്താണ് ആവറേജ് പ്രോഫിറ്റ് എന്ന് നമുക്കറിയാം. പക്ഷേ എന്താണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം നമുക്ക് എങ്ങനെയാണ് ഗുഡ്വിൽ കണ്ടെത്തുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അടുത്തതായി നമുക്ക് വാട്ട് ആർ ദ സ്റ്റെപ്സ് റിക്വയർഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടെത്തുന്നതിനുള്ള വിവിധ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്ലി കാൽക്കുലേറ്റ് ആവറേജ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം? ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തണം. ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഫോർമുല കഴിഞ്ഞ 3 ക്ലാസ്സുകളിലും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അല്ലേ, മൊത്തം ലാഭത്തിനെ എത്ര വർഷമാണോ അത്രയും വർഷം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരാശരി ലാഭം ലഭിക്കും. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ദെൻ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടെത്തുകയാണ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടെത്താൻ ആവറേജ് പ്രോഫിറ്റിനെ
നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ ആ പേഴ്സൻറ്റേജിൻ്റെ ബൈഫ്രക്കേഷൻ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ലഭിക്കും. അതായത് ഇവിടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, ശരാശരി ലാഭത്തിൻ്റെ മൂലധനവൽക്കരിക്കപ്പെട്ട തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത തുക ശരാശരി ലാഭമായി ലഭിക്കണമെങ്കിൽ എത്ര മൂലധനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ആ തുകയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ ഒരു നിശ്ചിത തുക ശരാശരി ലാഭമായി ലഭിക്കണമെങ്കിൽ ഒരു നിശ്ചിത നിരക്കിലാണ് നമുക്കുള്ള വരുമാനമെങ്കിൽ എത്ര രൂപയായിരിക്കും അതിന് വേണ്ടി വരുന്ന മൂലധനം. ഇവിടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഫോർമുല ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് എന്താണെന്ന് നമുക്കറിയാം. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, സാധാരണ ലഭിക്കുന്ന റിട്ടേണിൻ്റെ റേറ്റ് ഇത്ര ശതമാനം, 10%, 5% അല്ലെങ്കിൽ 20% എന്നിങ്ങനെ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ടാവും. അതാണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, ദാറ്റ് ഈസ് NRR. അപ്പോൾ ആവറേജ് പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ആവറേജ് പ്രോഫിറ്റിനെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ ബൈഫ്രക്കേഷൻ കൊണ്ട്, അതാണ് 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ലഭിക്കും. അവിടെ നമുക്ക് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, അപ്പോൾ അതിനൊരു പ്രയാസമില്ല. ദെൻ നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ നെറ്റ് അസറ്റ്. ഇനി നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടെത്താം. ക്യാപിറ്റൽ എംപ്ലോയിഡിനെ പറയുന്ന മറ്റൊരു പേരാണ് നെറ്റ് അസറ്റ്. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാലും ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെ കണ്ടെത്താം? അത് കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ ചർച്ച ചെയ്തതാണ്, എങ്കിലും ഒന്നുകൂടി ആവർത്തിക്കാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് എക്സ്ക്ലൂഡിംഗ് ഗുഡ്വിൽ മൈനസ് ഔട്ട്സൈഡ് ലാബിലിറ്റീസ്. ടോട്ടൽ അസറ്റിൽ നിന്നും ഔട്ട്സൈഡ് ലാബിലിറ്റീസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ലഭിക്കും. അപ്പം നെറ്റ് അസറ്റും ക്യാപിറ്റൽ എംപ്ലോയിഡും ഒന്ന് തന്നെയാണ് എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ അസറ്റിൽ നിന്ന് ലാബിലിറ്റി കുറച്ചാൽ തന്നെ നെറ്റ് അസറ്റായി. അവിടെ ടോട്ടൽ അസറ്റിൽ എന്ത് ഉൾക്കൊള്ളുന്നില്ല? എക്സ്ക്ലൂഡിങ് ഗുഡ്വിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ്വിൽ ഒഴിച്ചുള്ള ടോട്ടൽ അസറ്റിൽ നിന്നും ഔട്ട്സൈഡ് ലാബിലിറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് അസറ്റ് കണ്ടെത്താം. അപ്പോൾ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി, ക്യാപിറ്റൽ എംപ്ലോയിഡും കണ്ടെത്തി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ. ഇനി നമുക്ക് ഗുഡ്വിൽ കണ്ടെത്താം. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസറ്റ്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അതിൽ നിന്നും നമ്മൾ തൊട്ടു മുമ്പ് കണ്ടെത്തിയ നെറ്റ് അസറ്റ് കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് തുക, ആ തുകയായിരിക്കും ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമുള്ള ഗുഡ്വിൽ. അപ്പോൾ ഇവിടെ ഗുഡ്വിൽ കണ്ടെത്താൻ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നെറ്റ് അസറ്റ് കുറച്ചാൽ മതി. അതാണ് നമ്മൾ ഫസ്റ്റിലെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അണ്ടർ ദി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഗുഡ്വിൽ ക്യാൻ ബി അസർട്ടൈൻഡ് ബൈ ഡിഡക്റ്റിംഗ് നെറ്റ് അസറ്റ് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഫ്രം ദി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ എങ്ങനെ കണ്ടെത്താം, അതിൻ്റെ വിവിധ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇനി സെക്കൻഡ് മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഗുഡ്വിൽ കണ്ടെത്താം.
capitalization of super profit method പ്രകാരം goodwill എങ്ങനെ കണ്ടെത്താം? Under this method, value of goodwill is calculated by capitalizing the super profit at normal rate of return. സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് എന്തുപയോഗിച്ചുകൊണ്ടാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉപയോഗിച്ചുകൊണ്ട് സൂപ്പർ പ്രോഫിറ്റിനെ മൂലധനവൽക്കരിച്ചു കഴിഞ്ഞാൽ ആ തുകയാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ. അപ്പോൾ അതായത് ദാറ്റ് ഈസ് ഗുഡ്വിൽ ഈസ് ദി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഗുഡ്വിൽ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആണ്. അപ്പോൾ എങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടെത്തുന്നത്? നമ്മൾ പറഞ്ഞ ആദ്യമേ ഓർമ്മപ്പെടുത്തി, by capitalizing the super profit at normal rate of return. നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിന്റെ അടിസ്ഥാനത്തിൽ സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്താൽ ഈ മെത്തേഡ് പ്രകാരമുള്ള ഗുഡ്വിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതിനുള്ള ഫോർമുല ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്മൾ നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിന്റെ ബൈഫ്രക്കേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നോർമൽ അപ്പോൾ ഉദാഹരണം 10/100 ആണെങ്കിൽ അതിന്റെ ബൈഫ്രക്കേഷൻ എന്ന് പറഞ്ഞാൽ തല തിരിച്ചിട്ട് കുടിക്കുക. എന്താണ് 10/100 എന്ന് പറഞ്ഞാൽ 100/10. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ വളരെ ഈസിയാണ്. സൂപ്പർ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റും നോർമൽ റേറ്റ് ഓഫ് റിട്ടേണും തന്നു കഴിഞ്ഞാൽ ഗുഡ്വിൽ കണ്ടെത്താൻ വളരെ ഈസിയാണ്. സൂപ്പർ പ്രോഫിറ്റിനെ then നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിന്റെ ബൈഫ്രക്കേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, എങ്കിലും നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണെങ്കിൽ പോലും ഒന്നുകൂടി നമുക്ക് ഓർത്തെടുക്കാം. അതായത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സുകൾ നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തണമെങ്കിൽ എന്ത് കണ്ടെത്തേണ്ടി വരും? ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തേണ്ടി വരും അല്ലേ? ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്താം? ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലേ? ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്. അത് നമ്മൾ തൊട്ട് മുമ്പ് ചർച്ച ചെയ്തതാണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് എക്സ്ക്ലൂഡിംഗ് ഗുഡ്വിൽ മൈനസ് ഔട്ട്സൈഡ് ലാബിലിറ്റി. അപ്പോൾ ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തുക, രണ്ടാമതായി ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടെത്തുക, മൂന്നാമതായി നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താം. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്തുന്നത്? നമ്മൾ സൂപ്പർ പ്രോഫിറ്റിന്റെ കാൽക്കുലേഷനിൽ വ്യക്തമായിട്ടത് ചർച്ച ചെയ്തതാണ്. നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 അല്ലേ? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. അങ്ങനെ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താം. അപ്പോൾ ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്താം. സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്താം? സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് അല്ലേ? ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത കാര്യമാണ്, എങ്കിലും നിങ്ങൾക്ക് ഒന്ന് ഓർത്തെടുക്കാനുള്ള അവസരം നൽകിയെന്ന് മാത്രം. ഇനി സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഫോർമുല മറന്നു പോകരുത്. ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, ഇനി ഇപ്പോൾ രണ്ട് മെത്തേഡുകൾ പ്രകാരം ഗുഡ്വിൽ എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഈ രണ്ട് മെത്തേഡുകൾ സ്വീകരിച്ചാലും നമുക്ക് ലഭിക്കുന്ന ഗുഡ്വിൽ എമൗണ്ട് ഒരേ തുകയായിരിക്കും. ഇനി ഈ മെത്തേഡുകൾക്കൊക്കെ ഈ മുൻപ് ചർച്ച ചെയ്ത മെത്തേഡുകളിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ ഗുഡ്വിൽ കണ്ടെത്തുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ തരുമ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ചെയ്യേണ്ട പ്രോബ്ലങ്ങളിലൊന്നും തന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നൽകിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗുഡ്വിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചേ കണ്ടെത്താൻ കഴിയുള്ളൂ? ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചേ കണ്ടെത്താൻ കഴിയുള്ളൂ. അത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആവാം, സൂപ്പർ പ്രോഫിറ്റ് ക്യാപിറ്റലൈസേഷനോ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആവാം. ഈ രണ്ട് മെത്തേഡുകൾ സ്വീകരിച്ചാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ആ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴും ഒരേ തുകയാണ് ഗുഡ്വില്ലായിട്ട് ലഭിക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ മുമ്പ് ഒരു ഫൈനൽ എക്സാമിനേഷന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി ലാസ്റ്റ് 5 ഇയേഴ്സ്. കഴിഞ്ഞ 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് ശരാശരി ലാഭം തന്നിട്ടുണ്ട് 40,000. ദെൻ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതിന് നമുക്ക് വേണമെങ്കിൽ NRR എന്ന് വിളിക്കാം, 10%, 10%. ടോട്ടൽ അസറ്റ് 5 lakh, ഔട്ട്സൈഡ് ലാബിലിറ്റി 1,80,000. ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് 2 ഉണ്ട് അല്ലേ? ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ഉണ്ട്. ആദ്യം നമുക്ക് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ സ്റ്റെപ്പ് ആദ്യമായിട്ട് എന്താണ്? നമ്മൾ ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തുകയാണ്. ഇവിടെ കണ്ടെത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു 40,000. ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, ഒരു ഷോർട്ട് ഫോം ആയിട്ട് CVAP അല്ലേ, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കണ്ടെത്തണം. അതിനുള്ള ഫോർമുല എന്താണ്? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ഇതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 40,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേണും തന്നിട്ടുണ്ട്. എത്രയാണ്? 10%. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 10 അല്ലേ, 10. അപ്പോൾ എമൗണ്ട് എത്ര കിട്ടും? 4 lakh എന്ന് കിട്ടും. 4 ലക്ഷം രൂപയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടെത്തണം അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡിനെ പറയുന്ന മറ്റൊരു പേരാണ് നെറ്റ് അസറ്റ് അല്ലേ? അപ്പോൾ നെറ്റ് അസറ്റ് ഈക്വൽ ടു എന്താണ്? നെറ്റ് അസറ്റ് എങ്ങനെ കണ്ടെത്താം? ടോട്ടൽ അസറ്റിൽ നിന്നും ഔട്ട്സൈഡ് ലാബിലിറ്റി കുറച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? നെറ്റ് അസറ്റ് ലഭിക്കും. ഇവിടെ നമുക്ക് ടോട്ടൽ അസറ്റ് പ്രോബ്ലത്തിൽ തന്നിട്ടില്ലേ? ഉണ്ട്. ടോട്ടൽ അസറ്റ് എത്രയാണ്? 5 lakh മൈനസ് എത്രയാണ് ഔട്ട്സൈഡ് ലാബിലിറ്റി? 1,80,000. അപ്പോൾ ഈക്വൽ ടു ബാക്കി ബാലൻസ് എത്ര ഉണ്ടാവും? 3,20,000. അപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തി? എത്രയാണ് നെറ്റ് അസറ്റ് എന്ന് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഗുഡ്വിൽ കണ്ടെത്താം. ഗുഡ്വിൽ കാണാനുള്ള ഫോർമുല എന്താണ്? ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസറ്റ് അല്ലേ? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നെറ്റ് അസറ്റ് കുറച്ചാൽ നമുക്ക് ഗുഡ്വിൽ ലഭിക്കും. ഇവിടെ എത്രയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്? 4 lakh. അപ്പോൾ ഈക്വൽ ടു 4 lakh മൈനസ് നമ്മൾ നെറ്റ് അസറ്റ് കണ്ടെത്തി 3,20,000. അപ്പോൾ ഈക്വൽ ടു ഗുഡ്വിൽ ഈക്വൽ ടു 80,000. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ കണ്ടെത്തിയ ഗുഡ്വിൽ എത്രയാണ്? 80,000 രൂപയാണ്. ഇനി ഇതേ പ്രോബ്ലം നമുക്ക് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ചെയ്തു നോക്കാം. അവിടെയും എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തണം. ഇവിടെ കണ്ടെത്തേണ്ട കാര്യമില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടെത്തണം അല്ലേ? നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല എന്താണ്? നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100 അല്ലേ? നോർമൽ പ്രോഫിറ്റ് കാണാൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ തൊട്ട് മുമ്പത്തെ ആൻസറിൽ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്? 3,20,000 അല്ലേ? അപ്പോൾ 3,20,000 ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10 അല്ലേ? അപ്പോൾ 10/100 അപ്പോൾ ഈക്വൽ ടു 32,000. അപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തി? നോർമൽ പ്രോഫിറ്റ് കണ്ടെത്തി 32,000.
അപ്പോൾ ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും കണ്ടെത്തി. ഇനി നമുക്ക് എന്ത് കണ്ടെത്താം? സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറച്ചാൽ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 40,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കുറക്കണം. നോർമൽ പ്രോഫിറ്റ് ഇപ്പോൾ കണ്ടെത്തി 32,000. അപ്പോൾ ഈക്വൽ ടു 8,000 അല്ലേ? അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് 8,000 രൂപയാണ്. ഇനി നമുക്ക് ഈ സൂപ്പർ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഗുഡ് വിൽ കണ്ടെത്താം. അപ്പോൾ ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്താൽ മതി. എങ്ങനെയാണ്? സൂപ്പർ പ്രോഫിറ്റ് ഇൻ ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ് പ്രകാരം ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടെത്തി സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 8,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നത് 10 അല്ലേ? അപ്പോൾ 8,000 ഇൻറ്റു 100 ദെൻ ഡിവൈഡഡ് ബൈ 10 അല്ലേ? എത്ര എമൗണ്ട് കിട്ടുക? 80,000 അത് കിട്ടും. അപ്പോൾ നോക്കൂ, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ ഗുഡ് വിൽ എത്രയാണ്? 80,000. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമോ? അതും 80,000. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ലഭിക്കുകയാണെങ്കിൽ ഇതിൽ രണ്ടിലേത് മെത്തേഡ് ഉപയോഗിച്ച് കൊണ്ട് ചെയ്താലും നിങ്ങൾക്ക് ആ ഗുഡ് വിൽ കണ്ടെത്താൻ കഴിയും. രണ്ട് മെത്തേഡിലൂടെയും കണ്ടെത്തുന്ന ഗുഡ് വിൽ ഒരേ തുകയായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം ചർച്ച ചെയ്യാം. The capital employed in the firm rupees 3 lakh. The normal rate of return is 6%. The firm earned a profit of rupees 24,000 during the year 2017 and 18. Calculate the value of goodwill under capitalization method. ഇവിടെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ കണ്ടെത്തേണ്ടതില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 3 lakh. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട് 6%. ദി ഫേം ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 24,000. 24,000 രൂപയാണ് ആവറേജ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം. ആദ്യം ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ട് ഒന്നുകൂടി സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. ആദ്യം ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു 24,000. നെക്സ്റ്റ് ഇനി എന്താണ് കണ്ടെത്തേണ്ടത്? ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആണ് അല്ലേ? ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അങ്ങനെ നമുക്ക് എന്ത് കണ്ടെത്താം? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്താം. അപ്പോൾ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 24,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 4 lakh. അപ്പോൾ ആവറേജ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി 4 lakh. ഇനി നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടെത്തേണ്ടതില്ല, നമുക്ക് തന്നിട്ടുണ്ട് ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെ, ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് നെറ്റ് അസറ്റ് ഈക്വൽ ടു എത്രയാണ്? 3 lakh എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതും പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗുഡ് വിൽ കണ്ടെത്താം. ഗുഡ് വിൽ കാണുന്നത് എങ്ങനെയാണ്? ഗുഡ് വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസറ്റ് അല്ലേ? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 4 lakh അല്ലേ? അത് മുമ്പ് കണ്ടെത്തി. നെറ്റ് അസറ്റ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് എത്രയാണ്? നെറ്റ് അസറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് 3 lakh. അപ്പോൾ ഈക്വൽ ടു 1 lakh. അപ്പോൾ ഗുഡ് വിൽ എത്രയാണ്? 1 lakh റുപ്പീസാണ്. ഇനി ഇത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തണം ഈക്വൽ ടു 24,000. നെക്സ്റ്റ് നമ്മൾ എന്ത് കണ്ടെത്തണം? നോർമൽ പ്രോഫിറ്റ് കണ്ടെത്തണം അല്ലേ? നല്ല സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്താൻ കഴിയുള്ളൂ. നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്ര പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്? ഈക്വൽ ടു 3 lakh ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 6 അല്ലേ? അപ്പോൾ 6/100 അപ്പോൾ ഈക്വൽ ടു 18,000. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് 18,000, ആവറേജ് പ്രോഫിറ്റ് 24,000. അപ്പോൾ ഇനി നമുക്ക് എന്ത് കണ്ടെത്താം? സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്താം. സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാണുന്നത്? സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് അല്ലേ? ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് കുറച്ചാൽ നമുക്ക് എത്രയാണോ സൂപ്പർ പ്രോഫിറ്റ് അത് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 24,000 മൈനസ് 18,000 ഈക്വൽ ടു
6,000. അപ്പോൾ 6,000 രൂപയാണ് സൂപ്പർ പ്രോഫിറ്റ്. ഇനി സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടെത്താം. അതാണ് ഗുഡ്വിൽ അല്ലേ. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ കുറേ ഫോർമുലകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫോർമുലകളും ഓർത്ത് വെക്കുക. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 6,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 6. അപ്പോഴും എന്താണ് ആൻസർ കിട്ടുക? 6 ഒരു തവണ. അപ്പോൾ 1000 ഇൻറ്റു 100 ദാറ്റ് ഈസ് 1 lakh. അവിടെയും നമുക്ക് എന്താണ് ലഭിക്കുക? ഗുഡ്വിൽ എമൗണ്ട് 1 lakh rupees. അപ്പോൾ 2 മെത്തേഡുകൾ ഫോളോ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗുഡ്വിൽ എമൗണ്ട് ഒരേ തുകയായിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചർച്ച ചെയ്ത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ദെൻ the profit earned by a business firm during the last 4 years were rupees 90,000, rupees 80,000, rupees 1,20,000 and rupees 1,10,000 respectively. കഴിഞ്ഞ 4 വർഷങ്ങളിലെ ലാഭമാണ് തന്നിട്ടുള്ളത്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻ സിമിലർ ബിസിനസ് ഈസ് 8%. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 8%. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ ബൈ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടെത്തുക. അസ്യൂം ദി വാല്യൂ ഓഫ് നെറ്റ് അസറ്റ് ഈസ് rupees 9 lakh. നിങ്ങൾ നെറ്റ് അസറ്റിൻ്റെ മൂല്യം എത്രയാണ്? 9 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇത് ഏത് മെത്തേഡ് പ്രകാരമാണ് ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ളത്? ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം നമുക്ക് ഗുഡ്വിൽ കണ്ടെത്തണമെങ്കിൽ ആദ്യം തന്നെ എന്ത് കണ്ടെത്തണം? ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തണം. ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഫോർമുല ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ഈക്വൽ ടു എത്രയാണ്? 90,000 90,000 പ്ലസ് 80,000 പ്ലസ് 1,20,000 പ്ലസ് 1,20,000 പ്ലസ് 1,10,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര വർഷമാണ്? 4 years അല്ലേ? 4. അപ്പോൾ ഈക്വൽ ടു 4 lakh ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 1 lakh. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഇവിടെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞ 4 വർഷത്തെ ലാഭം തന്നിട്ടുണ്ട്. ആ 4 വർഷത്തെ ലാഭത്തിൻ്റെ ടോട്ടലിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ശരാശരി ലാഭം ലഭിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തണം അല്ലേ. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് കണ്ടെത്തുക? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഫോർമുല ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ സ്ക്രീനിലുണ്ടായിരുന്ന ഫോർമുലയിൽ ഒരു പിഴവുണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഇവിടെ എത്രയാണ് നമ്മൾ കണ്ടെത്തി? 1 lakh അല്ലേ. 1 lakh ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 8% അല്ലേ. അപ്പോൾ 8. അപ്പോൾ ഈ എമൗണ്ട് എത്ര ലഭിക്കുക? ദെൻ 12,50,000 12,50,000. അപ്പോൾ നമ്മൾക്ക് എന്ത് കണ്ടെത്തി കഴിഞ്ഞു? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. അത് കണ്ടെത്തേണ്ടതുണ്ടോ? ഇല്ല. പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് നെറ്റ് അസറ്റ് അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. എത്രയാണ്? 9 lakh. അത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇനി വളരെ ഈസിയാണ്. ഗുഡ്വിൽ ഈക്വൽ ടു എന്താണ് ഫോർമുല? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസറ്റ് അല്ലേ. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ
ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നെറ്റ് അസറ്റ് കുറച്ചാൽ മതി. നമ്മൾ എന്ത് കണ്ടെത്തി കഴിഞ്ഞു? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തിയിട്ടുണ്ട് 12,50,000 അല്ലേ. നെറ്റ് അസറ്റും നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 9 lakh 9 ലക്ഷം രൂപ. അപ്പോൾ നമുക്ക് എന്താണ് ഗുഡ്വിൽ ലഭിക്കുക? ഗുഡ്വിൽ 12,50,000 മൈനസ് 9 lakh അല്ലേ, ഈക്വൽ ടു 3,50,000. അപ്പോൾ ഒരു ഫൈനൽ എക്സാമിനേഷന് വന്ന പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്തത്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടെത്തിയപ്പോൾ ലഭിച്ച തുക എത്രയാണ്? 3,50,000. ഇനി ഇതേ പ്രോബ്ലം നിങ്ങൾ സൂപ്പർ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം സോൾവ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് തന്നെ രണ്ട് വഴികൾ മെത്തേഡിൽ ഗുഡ്വിൽ കാണാൻ 2 വഴികളുണ്ട്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആവാം. ഈ 2 മെത്തേഡുകളിലൂടെയും നിങ്ങൾ ഗുഡ്വിൽ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ലഭിക്കുന്ന തുക ഒരേ തുകയായിരിക്കും. ഈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത, അത് നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ ഉള്ള ഒരു ഹിന്റ് എന്ന് പറയുന്നത്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആണെങ്കിൽ അവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് മെത്തേഡാണ് എന്നുള്ള രീതിയിലുള്ള കൺഫ്യൂഷൻ പലപ്പോഴും കുട്ടികൾക്കുണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ എന്തുണ്ടാവില്ല? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 2-ൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന തുക ഒരേ തുകയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 2 എക്സസൈസുകൾ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, Rajan and Rajani are partners in a firm. Their capital were Rajan rupees 3 lakh, Rajani rupees 2 lakh. During the year 2015, the firm earned a profit of rupees 1,50,000. Calculate the value of goodwill of the firm, assuming that the normal rate of return is 20%. നമുക്ക് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം, ഇവിടെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം പ്രോബ്ലം ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് തന്നിട്ടുണ്ടോ? ഇല്ല. ആയതുകൊണ്ട് തന്നെ ഇത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ആവറേജ് പ്രോഫിറ്റ് വേണം, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ വേണം, അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ് വേണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയായി കാണാനുണ്ടോ? ഇല്ല. പക്ഷേ അവർ എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കാനും തുടർന്ന് പ്രവർത്തിക്കാനും ഉപയോഗിക്കുന്ന മൂലധനമാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലേ. അപ്പോൾ ഇവിടെ രാജനും രജനിയും കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 3 lakhും 2 lakhും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 3 ലക്ഷവും 2 ലക്ഷവും ചേർത്ത് 5 lakh ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 lakh ആണ്, ആവറേജ് പ്രോഫിറ്റ് 1,50,000 ആണ്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 20% ആണ്. നിങ്ങൾ ഇത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 2 മെത്തേഡുകളും സ്വീകരിക്കാം. മെത്തേഡുകൾ സ്വീകരിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുഡ്വിൽ എമൗണ്ട് 2,50,000 ആയിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി. A business firm has earned average profit of rupees 1 lakh during the last few years. ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആവറേജ് പ്രോഫിറ്റ് 1 ലക്ഷം രൂപയാണ്. ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ ബൈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടെത്തുക. ഗിവൺ ദാറ്റ് the asset of the business are rupees 12 lakh and external liabilities are rupees 1,80,000. The normal rate of return is 10%. നമുക്ക് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ബിസിനസ്സിൻ്റെ ടോട്ടൽ അസറ്റ് തന്നിട്ടുണ്ട്, ലാബിലിറ്റിയും തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേണും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അസറ്റും ലാബിലിറ്റിയുമാണ് തന്നിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ നമുക്ക് അസറ്റിൽ നിന്ന് ലാബിലിറ്റി കുറച്ചാൽ എന്ത് ലഭിക്കും? ക്യാപിറ്റൽ എംപ്ലോയിഡ് ലഭിക്കും. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുക. അതിൻ്റെ എമൗണ്ട് 1,80,000. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്ററിൽ. ദെൻ ഗുഡ്വില്ലും വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്ലും. അപ്പോൾ വ്യത്യസ്ത മെത്തേഡുകൾ, പ്രധാനമായും നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ദെൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്,
വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് തന്നെ 2 അങ്ങനെ മൊത്തം 5 വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകൾ ഗുഡ് വിൽ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ആ മെത്തേഡുകളിൽ നിന്ന് പല വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏതെങ്കിലും ഒരു മെത്തേഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകൾ ശ്രവിക്കുക. സംശയമുണ്ടെങ്കിൽ വീണ്ടും റീപ്ലേ ചെയ്തുകൊണ്ട് വീണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ദൂരീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറൊക്കെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുകയും അത് നിങ്ങൾ നോട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും നമ്മളുടെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് ഉയർന്ന സ്കോർ നേടാനും കഴിയും. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.